ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാലിഗയിൽ നടന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് എൽചെ മത്സരം 4-0 എന്ന ഗോൾ സ്കോറിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചിരിക്കുകയാണ്. ഈ ഒരു വിജയത്തോടുകൂടി ലാലിഗ പോയിന്റ് ടേബിളിൽ 44 പോയിന്റുമായി ടെസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീസൺ ഓൾമോസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു 14-15 മാച്ചാണെന്ന് തോന്നുന്നു അൺബീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സിമിയോണിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹിസ്റ്ററി തന്നെയാണ്. കഴിഞ്ഞ സീസണായാലും അതിൻ്റെ മുമ്പത്തെ സീസണായാലും വലിയ രീതിയിലുള്ള ഒരു എല്ലാ സീസണിലും കാണുന്ന ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് അല്ല ഈ ഒരു സീസൺ. തട്ടിമുട്ടി എങ്ങനെയെങ്കിലും ടോപ്പ് 4 ഉണ്ടാകും. പക്ഷേ ഈ ഒരു സീസണിൽ ടൈറ്റിൽ ചാമ്പ്യന്മാരാകാനുള്ള എല്ലാ സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ഒരു ഗെയിം പ്ലേയിലേക്ക് വരുന്ന സമയത്ത് 5 സെൻറ്റർ ബാക്ക് 5 ഡിഫെൻസീവ്, അതായത് 5-4-1 എന്ന ഒരു ഫോർമുലേഷനിലായിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്പോണൻറ്റ് എൽചെ ആയതുകൊണ്ട് ഇതുവരെ എൽചെയുടെ ഒരു ഗെയിം പ്ലേ എന്ന് പറയുന്നത് മാക്സിമം ഡിഫെൻസീവ് ഗെയിം കളിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് സമനില എന്നുള്ള ഒരു വ്യൂ പോയിന്റുമായിട്ടാണ് എൽചെ എന്ന ടീം ഇതുവരെയുള്ള അവരുടെ മാച്ച് കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ? പക്ഷേ അങ്ങനെയുള്ള ടീമിൻ്റെ അടുത്ത് മാക്സിമം അറ്റാക്ക് ചെയ്തിട്ടാണല്ലോ കളിക്കേണ്ടത്. അവിടെയാണ് എന്താണ് സിമിയോണി ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. 5-4 എന്നുള്ള ഒരു ഫോർമുലേഷനിലായിരുന്നു ഗെയിം പ്ലേ ഉണ്ടായിരുന്നത്. അത് പെർഫെക്റ്റ്ലി സക്സസ് ആയി എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ സെക്കൻഡ് ഹാഫിൽ ആൽവരസും ഗോൾ സ്കോർ ചെയ്തു. ആൽവരസിനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ മാഡ്രിഡ് എനിക്ക് തോന്നുന്നു ഒരു ബാലൻഡിയോറൊക്കെ ഈ ഒരു ടീമിൽ നിന്നും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിറ്റി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് ഹൂലിയൻ ആൽവരസ്. കാരണം എല്ലാ പൊസിഷനിലും പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയർ തന്നെയാണ് ഹൂലിയൻ ആൽവരസ്. പക്ഷേ ആൽവരസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ഡിസിഷനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഹാലൻഡ് എന്ന പറഞ്ഞ ഒരു പ്ലെയറിൻ്റെ പകരക്കാരൻ മാത്രമായിട്ടാണ് സിറ്റിയിൽ ആൽവരസിനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനു മുന്നേ ഏതെങ്കിലും ഒരു ബിഗ് പ്ലെയറിന് ഇഞ്ചുറി പറ്റിയാൽ മാത്രമാണ് ആദ്യ 11-ൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നത് ആൽവരസിനെ സംബന്ധിച്ചിടത്തോളം. റീസെൻ്റ്ലി അതും കെവിൻ ഡിബ്രോയിനെ ഇഞ്ചുറി പറ്റിയ സമയത്ത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെർഫെക്റ്റ്ലി ആ ഒരു പൊസിഷൻ പുള്ളി സെൻറ്റർ ഫോർവേഡ് സെൻറ്റർ സ്ട്രൈക്കർ കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടും ആ ഒരു പൊസിഷനിലേക്ക് വരുന്ന സമയത്തും ടോട്ടലി ആ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൽവരസിന് സാധിക്കും. പക്ഷേ പെപ് ഗാർഡിയോള എന്തുകൊണ്ടാണ് റീതിങ്ക് ചെയ്തില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പ്രോപ്പർ ഇപ്പോൾ സെൻറ്റർ ഫോർവേഡ് എന്നുള്ള ഹാലൻഡ് വലിയ താരം തന്നെയാണ്. ഇപ്പോൾ ഹാലൻഡിനെ റീപ്ലേസ് ചെയ്യണമെന്നില്ല. ഒരിക്കലും ഹാലൻഡിനെ സെൻറ്റർ ഫോർവേഡ് എന്നുള്ള ഒരു പൊസിഷൻ മാറ്റിയിട്ട് വേറൊരു പൊസിഷനിൽ ചിന്തിക്കാനേ സാധിക്കില്ല എന്നുള്ളത് 100% ഷുവറായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്ലെയർ വേറെ ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ടോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടോ ഒരു സ്ഥിരതയുള്ളൊരു പൊസിഷൻ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യ 11-ൽ എല്ലാ മാച്ചസിലും കളിപ്പിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും സിറ്റി തന്നെ തുടരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മിസ്സിങ് തന്നെ ആയിരിക്കും ആൽവരസ് എന്നുള്ളൊരു പ്ലെയർ. ഈ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗെയിം പ്ലേ ആയിരുന്നു. ലോറൻറ്റയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോറൻറ്റയുടെ ഒരു കാര്യം പറയുന്ന സമയത്ത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു ലോറൻറ്റേനെ പറയാനുള്ളത്. കാരണം അത്യാവശ്യം നല്ല പ്ലെയറാണ്. അത് ഡിഫെൻസീവിലായാലും അത് അറ്റാക്കിങ്ങിലായാലും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് മാർക്കോസ് ലോറൻറ്റെ. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു അലക്സാണ്ടർ അർണോൾഡ് പോലെയോ അല്ലെങ്കിൽ അൽഫോൺസോ ഡേവിസ് പോലെയോ വലിയ രീതിയിൽ വർണ്ണിക്കുന്നതായിട്ട് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലി വലിയ രീതിയിൽ താല്പര്യമുള്ള ഒരു പ്ലെയറും കൂടിയാണ് കേട്ടോ ലോറൻറ്റ്. അതായത് കളി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലെയറിൻ്റെ പേര് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.